ജോഗ്രഫിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മിസസ് ആൻഡ് മിസ്റ്റർ പോലീസ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ടോമി ജോസഫ്, ജീന ടോമി, പ്രിയലാൽ, റംല ബീവി, നാഗരാജൻ, സന്ധ്യാറാണി, സിബി പി കുരി. ഈ ദമ്പതിമാരുടെ എല്ലാം മക്കൾ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ടോമി ജോസഫിൽ നിന്ന് തന്നെ തുടങ്ങാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്നത് പോലീസുകാരെ ഇത്തിരി ഒരു പേടിയോടുകൂടെ നോക്കുന്നതാണ് സമൂഹം, അല്ലെ? ഭാര്യയും ഭർത്താവും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാ വീട്ടിൽ ഒരു പോലീസ് സ്വഭാവം നിങ്ങൾ എടുക്കാറുണ്ടോ? വീട്ടിൽ അങ്ങനെ പോലീസ് സ്വഭാവം എടുക്കാറില്ല. ഇല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്, അത് പരിഹരിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഈ പോലീസ് സ്വഭാവം എന്ന് പറഞ്ഞൊരു ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് പോലീസിന് സ്വഭാവം ഇല്ല. ഇല്ലേ? ഇല്ല. അത് പക്ഷെ കുറച്ച് കഴിയുമ്പോ ഈ ഓഡിയൻസ് അങ്ങോട്ട് കത്തി കയറുമ്പോ അറിയാം കേട്ടോ പോലീസ് സ്വഭാവം എന്നൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. റംല, പ്രിയലാൽ, രണ്ടുപേരെയും ഇതുപോലെ തന്നെയാണോ? വീട്ടില് നിങ്ങൾ ഈ പറയുന്ന മാതിരി ഒരു റഫ് ആൻഡ് ടഫ് ആണോ, അതോ കുറച്ച് ഈസി ആയിട്ടായിരിക്കും? ഇല്ല, പോലീസിലെ ജോലി പോലീസിൽ അവിടുന്ന് പോരുമ്പോ അവിടെ വെച്ചിട്ട് പോരുക. വീട്ടിലോട്ട് വരുമ്പോ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ. ഒരു തർക്കം ഒന്നും ഉണ്ടാവാറില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനല്ല, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ. അപ്പൊ ഇദ്ദേഹത്തിനുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ അദ്ദേഹം സൊല്യൂഷൻ പറയും. അപ്പൊ അത് ഈക്വലായിട്ട് അങ്ങ് പോകും. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണ് ഫാമിലി ലൈഫും പോലീസ് ജീവിതവും? പറഞ്ഞതുപോലെ തന്നെ പോലീസ് സ്വഭാവം അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേർതിരിവില്ല. ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പോലീസ് വിഭാഗത്തിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ നെയ്ബേഴ്സിന് ഒരു അകൽച്ച ഉണ്ടാവുമോ, അതോ സാധാരണ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളോടും സംസാരിക്കുമോ? അങ്ങനൊന്നുമില്ല. നമ്മൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ നമ്മൾ പഠിച്ച് പോലീസായിട്ട് വന്നു. അവിടെ തന്നെ നിങ്ങൾ ജോലി ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, വേറൊരു സ്ഥലത്ത് വരില്ലേ? നമ്മളൊക്കെ ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ നെയ്ബറിങ്, ഞാൻ പറയാം എന്റെ ദൈവമേ അതിന്റെ അടുത്ത് വഴക്കണം, അത് പോലീസിലാന്ന് പറയത്തില്ലേ? അങ്ങനെ ഒരു ഭയം ഉണ്ടാവില്ലേ? അത് ഇപ്പോഴെന്ന് വെച്ചാൽ പോലീസിന്റെ ഭയമൊക്കെ മാറി. ഇപ്പൊ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ ആ പണ്ടത്തെ ധാരണ എല്ലാവർക്കും മാറി. ഇപ്പോൾ പൊതുജനങ്ങളോട് വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന പോലീസാണ്. ഇപ്പോൾ എൻ്റെ നൈബർ എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഒരു സിവിലിയനോട് പറയുന്നതിനേക്കായി കാര്യമായിട്ട് എന്ത് പ്രശ്നങ്ങളും ഞങ്ങളോട് വന്ന് സംസാരിക്കുകയും ഞങ്ങൾ അതിന് പരിഹാരം കാണുകയും അതിന് നല്ല രീതിയിൽ ഞങ്ങൾ അവരെ നല്ല രീതിയിലുള്ള സമീപനമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അത് നമ്മളുടെ നിന്നും ആ അപ്പിയറൻസ് നമ്മളിൽ നിന്നും മാറുകയാണ് ചെയ്യുന്നത്. റംല ലവ് മാരേജ് ആണ്. അതെ അല്ലേ? അതെ. ഈ അന്നും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളെ തന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു? സർവീസിലേക്ക് വരുമ്പോഴും അതിനു മുമ്പ് നമ്മളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിവാഹ ബന്ധങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് തെറ്റാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സെയിം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ നമ്മളൊരാളെ കല്യാണം കഴിച്ചാൽ നമ്മളുടെ ആ ജോലിയുടെ എങ്ങനെയാണ് ആ ജോലി ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് കുറച്ചുകൂടെ മനസ്സിലാകും. ഒരു പോലീസുകാരനാകുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരിയുടെ ആ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അല്പം താമസിച്ച് ചെന്നാലും കുറച്ച് ഏർലി മോർണിംഗിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയാലും എന്തിനു പോയി എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നില്ല. നമ്മുടെ ജോലി എന്താണെന്ന് അറിയാം, മനസ്സിലാകും. ഒരിക്കലും ഒരു താളപ്പിഴ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായില്ല. അതാ ഒരു വിശ്വാസമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഒരാളെ തന്നെ കല്യാണം കഴിച്ചത്. ടോമി, നമ്മളിപ്പോ സാധാരണ വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യ കുക്ക് ചെയ്ത് തരണം, ഭാര്യ കാപ്പി കൊണ്ട് തരണം, എല്ലാം ഭാര്യ ചെയ്യണം, ഭർത്താവ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇപ്പോഴും ഉണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഈ നേരത്തെ പറഞ്ഞ മാതിരി സമൂഹത്തിന് മുൻപിൽ പോലീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവര് നിൽക്കുന്ന ഒരു പൊസിഷൻ, ആ പൊസിഷൻ വെച്ച് അവിടെ നിങ്ങൾ ഭർത്താവായിരിക്കുമോ അതോ എന്തൊക്കെ പറഞ്ഞാലും എന്നെ പോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, അങ്ങനെ ഒരു പരസഹായം നിങ്ങൾ കൊടുക്കാറുണ്ടോ? അടുക്കള ജോലി ചെയ്യുകയാണെങ്കിലോ ഒക്കെ അതൊക്കെ ചെയ്യാറുണ്ടോ? കൊടുക്കാറുണ്ട്. ആണോ ജീന? സത്യസന്ധമായിട്ട് പറയണം. രാവിലെ നിങ്ങൾക്ക് ഒരുമിച്ച് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരാറില്ലേ? ചിലപ്പോഴൊക്കെ.
ഒരുമിച്ച് ഡ്യൂട്ടിക്ക് പോയോണ്ടി വരുമ്പോൾ ഒരുപാട് ജോലി തിരക്കുകളും ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം വേറെ റെഡിയായി വന്നിരിക്കും. പക്ഷെ ജീനയ്ക്ക് ജീനയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവില്ലേ? അടുക്കളക്കാരും ഞാനും ഏറ്റെടുത്തേക്കും തന്നെ ചെയ്യും. അദ്ദേഹം വരാറില്ല. ഇപ്പൊ നുണ പറഞ്ഞല്ലോ കേട്ടാ. അല്ല, ബാക്കി കാര്യങ്ങളെല്ലാം പിള്ളേരുടെ കാര്യങ്ങള് ചേട്ടയുടെ കാര്യങ്ങളെല്ലാം ചേട്ടായി തന്നെ ചെയ്തോളൂ. അതായത് ഡ്രസ്സ് ഇങ്ങനെയുള്ള എല്ലാം ഞാനൊന്നും സഹായിക്കണ്ട. അയൺ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ കുട്ടികളെയൊക്കെ നോക്കിക്കോളും. കുട്ടികളെ കാര്യമൊക്കെ നോക്കിക്കോളും. അറേഞ്ച്ഡ് മാരേജ് അല്ലേ? അതെ. എന്താണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പെൺകുട്ടിയെ തന്നെ ചില വീടുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലവര് പെണ്ണ് കണ്ടിട്ടൊന്നും അയ്യോ പോലീസ് ഡിപ്പാർട്ട്മെന്റാ നമുക്ക് ശരിയാവൂല, ചിലപ്പോൾ വളരെ റഫായിരിക്കും സംസാരവും ബിഹേവിയറും, എന്തൊരു ഭയമുണ്ട്. എന്തേ സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ കാരണം? മുമ്പ് പറഞ്ഞ പോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാൻ, ജോലി ഭാരത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ജോലിയുടെ രീതിയെക്കുറിച്ച് മനസ്സിലാക്കാനും പറഞ്ഞ പോലെ താമസിച്ച് വന്നാൽ പോലീസിൻ്റെ ജോലി ഒരു ടൈം ബന്ധിതമല്ല. അപ്പോൾ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും, കുറേ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കാൻ, അല്ലാതെ താമസിച്ച് ചെല്ലുമ്പോൾ എന്താ നിങ്ങൾ താമസിച്ച് വന്നേ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യ ആയിരിക്കില്ല. ഇതാകും പരസ്പരം അറിയാവുന്നതുകൊണ്ട്, ജോലിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്. ഒരാള് SIയും ഒരാൾ വനിതാ കോൺസ്റ്റബിളും അല്ലേ? വീട്ടിൽ SI ആണോ? ഒരിക്കലും അല്ല. ഇല്ല, അല്ല. നല്ല ഫ്രണ്ട്ലി ആണ്. തീർച്ചയായും വളരെ ഫ്രണ്ട്ലി. നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അറേഞ്ച്ഡ് കം ലവ് ആണോ? ആണോ? അതെങ്ങനെയാണ്? ഞങ്ങൾ കല്യാണാലോചന നമ്മൾ ജാതകം നോക്കി കുറേ കല്യാണാലോചനയൊക്കെ നടന്നു. അപ്പോൾ നടന്നപ്പോൾ ജാതകം നോക്കി കിടക്കുമ്പോൾ നമ്മൾ നോക്കുന്ന പെൺകുട്ടി നമുക്ക് മനസ്സിന് പാകപ്പെട്ട പെൺകുട്ടിയെ കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ. അങ്ങനെ പല കല്യാണം നടത്തി പല സ്ഥലത്തും ചായ കുടിച്ചു. അങ്ങനെ കാലഘട്ടം കുറേ ചായ കുടിച്ചു, കുറേ സ്ഥലത്ത് ചായ കുടിച്ചു. എന്തേ അവരൊന്നും ഇഷ്ടപ്പെടാതിരുന്നത്? അല്ല, എനിക്ക് ഏകദേശം 6 അടി കൂടുതൽ പൊക്കമുണ്ട്. അപ്പോൾ എനിക്ക് പൊക്കത്തിനനുസരിച്ച് ആളെങ്കിൽ നമ്മൾ ഒന്നിക്ക് നമ്മൾ ജാതകം ചേർന്ന് വരുമ്പോഴത്തേക്ക് ആള് ശരിയാവില്ല, ആള് ശരിയാകുമ്പോൾ ജാതകം ശരിയാവില്ല. അങ്ങനെ കുറേ പോയി. അങ്ങനെ കുറേ കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരത്തി യാദൃശ്യമായിട്ട് ഒരു പ്രോഗ്രാമിൽ ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ചാണ് കാണുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞ മോഹൻലാലിൻ്റെ 25ാം വാർഷികം MG കോളേജിൽ വെച്ച് ഒരു നടന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്നൊരു പരിചയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പുള്ളിക്കാരത്തിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുകയും അമ്മാവന്മാരായിരുന്നു. ഹൈറ്റ് മാത്രം നോക്കിയാണോ? ഹൈറ്റ് മാത്രമല്ല, അങ്ങനെ ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ സെയിം പ്രൊഫഷൻ. അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാനൊരു സാധാരണ ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ പോലീസിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു രീതിയും സാധാരണ നമ്മൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പുള്ളി വരുന്ന ആളിനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറയാതെ തന്നെ ഇന്ന പോലീസിനകത്ത് കുറേ ടേംസ് ആൻഡ് നമ്മളിപ്പോൾ റോൾ കോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ തന്നെ പുള്ളിക്കാരത്തിക്ക് അറിയാം ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് വരാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിലുപരി നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഡ്യൂട്ടി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ ഈ മനസ്സിൻ്റെ ഐക്യം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഇതുവരെ വളരെ സന്തോഷകരമായിട്ടാണ് പോകുന്നത്. CBP കുര്യൻ, ഇതിൽ ഈ പറയുന്ന മാതിരി ഭാര്യ ഈ ഡിപ്പാർട്ട്മെന്റിലൊന്നുമല്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു ഒറ്റയാളായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇതിങ്ങനെ ദമ്പതിമാർ ഒരുമിച്ച് ഒരേ രംഗത്ത് ജോലി ചെയ്യുന്നവരെന്നല്ലേ. അങ്ങനെ അല്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇതാണോ ശരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ്? WPCSനെ സംബന്ധിച്ചോളം കൂടുതൽ ഡ്യൂട്ടിയുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഒരു ഭർത്താവിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പോലീസുകാരനാണെങ്കിൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. പോലീസുകാർ ഒരു WPCS അല്ലാതെ വേറൊരാളാണെങ്കിൽ എന്തൊക്കെ ഈ ഡ്യൂട്ടിക്ക് രാത്രിയിലൊക്കെ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. അപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ വിളിച്ചാൽ അന്നേരം ഇറങ്ങി പോകുമ്പോഴാണെങ്കിൽ ഭർത്താവിന് അത് ഉൾക്കൊള്ളാൻ പറ്റും. അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ തന്നെ പോകും. മറ്റുള്ളവർ അത് എത്രമാത്രം എല്ലാവരും എത്രമാത്രം ഉൾക്കൊള്ളൂ എന്നുള്ളത് അറിയത്തില്ലല്ലോ. സംശയമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇതിന് ഉത്തരം പറയണം. ഞാനിത് കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും ഇടപഴകുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് അല്ലേ? ഒന്നുകിൽ പിടിച്ചുപറിക്കാർ, പിന്നെ കള്ളന്മാർ, കൊലപാതകികൾ, പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ്
രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അവരുടെ നിങ്ങളുടെ ശരീരഭാഷ തന്നെ അതുമാതിരി നിങ്ങളുടെ സ്വഭാവങ്ങളും അതുപോലെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഇത് വ്യക്തമായിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ജോലി ചെയ്ത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇല്ല, തീർച്ചയായും അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രശ്നങ്ങളിലാണ് ജീവിക്കുന്നത് അല്ലേ? സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിലൊന്നും അല്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത് അല്ലേ? എല്ലാവരും സമൂഹത്തിൽ പ്രശ്നക്കാരാണ്. നല്ലവരാരെയും നിങ്ങൾ വെറുതെ പിടിച്ചുകൊണ്ട് വരില്ലല്ലോ, നല്ലവരാരെയും നിങ്ങൾ തല്ലാനും പോകുന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മാതിരി ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഇല്ലേ റംല? അതായത് സാധാരണ പറയാറുണ്ട് 9 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു പോലീസ് നമ്മൾക്ക് റഫ് ആകുമെന്നല്ല ഇങ്ങനെ പറയാറുണ്ട് പോലീസുകാർ. പക്ഷേ ഞങ്ങൾ 9 മാസം ട്രെയിനിങ് അതുപോലെ കഴിഞ്ഞ് വന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഡ്യൂട്ടിയിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ വനിതാ സെല്ല്, വനിതാ ഹെൽപ്പ് ലൈൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അത് നമ്മൾ അവർ രണ്ടുപേരും കൂടെ സംസാരിപ്പിച്ച് ഒരു കൗൺസിലിംഗ് എല്ലാം കൂടെ കൊടുത്ത് ഒരു 90% നമ്മൾ അവരെ ഒരുമിച്ചാണ് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഡിപ്രഷൻ മാനസികാവസ്ഥയിലേക്ക് പോകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാറുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇന്നൊരു പരാതി വന്നു, അല്ലെ ഭാര്യ ഇങ്ങനെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിങ്ങനെ വളരെയധികം കുഞ്ഞുങ്ങളെ വേണ്ട, അച്ഛനാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്, അമ്മയെ വേണ്ടെന്ന് കുഞ്ഞുങ്ങൾ തന്നെ പറയേണ്ട അവസ്ഥ, ആ അമ്മയുടെ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ നമുക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കും. അപ്പം ഞാൻ വന്ന് ഇദ്ദേഹത്തിനൊക്കെ പറയും. അപ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും അതങ്ങനെയല്ല, ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. പക്ഷെ എങ്കിലും കുറേ നേരം നമ്മുടെ മനസ്സിൽ അത് നമ്മളുടെ ഒരു വിഷമം പോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കും. നമ്മൾ ഇപ്പം ഈ പറഞ്ഞ വനിതാ ഹെൽപ്പ് ലൈനിലാണ് അല്ലേ? അപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വീട്ടിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഇതിൻ്റെ ഇടയിലായിരിക്കും അല്ലേ? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ആകെ ടയേർഡായി നിൽക്കുന്ന സമയത്ത് കുട്ടികൾ ഇതൊന്നും അല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള നിഷ്കളങ്കമായ കളി, ചിരി, ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ രാവിലെ മുതൽ ഒന്നും മിണ്ടാതിരി മനുഷ്യൻ രാവിലെ മുതൽ 100,000 കാര്യങ്ങൾ കേട്ട് തല പെരുപ്പെടുത്തിട്ടാണ് അങ്ങനെ ഒരു റിയാക്ഷൻ കുട്ടികളോട് കാണിക്കാറുണ്ടോ? ചിലപ്പോൾ ചില സമയത്ത് ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ തോന്നും. പിന്നെ നമ്മൾ തന്നെ ഓർക്കും എന്തൊരു കഷ്ടമായി കാണിക്കുന്നേ എന്നോർത്തുകൊണ്ട് പിന്നെ ചേട്ടായി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഞാൻ ദൈവത്തോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ പയ്യെ അതങ്ങ് മറന്നു. ഒരേ സ്റ്റേഷനിലാണോ? അല്ല, എവിടെയാ രണ്ടുപേരും? SAP പേരൂർക്കട, ഞാൻ വനിതാ സെല്ല്. ഈ ഇദ്ദേഹത്തെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ടി വരാറുണ്ട്? ഇല്ല, അങ്ങനെ ഒരേ ഡ്യൂട്ടിക്ക് രണ്ടുപേരും ഒരേ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. എന്നാലും എനിക്ക് അതിൻ്റെ അറിഞ്ഞൂടാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് കാണേണ്ട ഒരു അവസ്ഥയുണ്ടായി, നിങ്ങൾ രണ്ടുപേരും ആ ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഇദ്ദേഹം സീനിയർ ഓഫീസർ ആയതുകൊണ്ട് സല്യൂട്ട് ചെയ്യണോ? നിങ്ങൾക്ക് യൂണിഫോമിലാണെങ്കിൽ അത് ചെയ്യണം. അത് കാരണം പബ്ലിക്കിന് അദ്ദേഹം യൂണിഫോമിലാകുമ്പോൾ തീർച്ചയായും അത് ഞാൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കുണ്ടോ സീനിയോറിറ്റി? ഞാൻ 91 ബാച്ചാണ് ഞങ്ങളുടെ. അതായത് ഞാൻ 24 വർഷമായി സർവീസ്, ഇദ്ദേഹം 22 വർഷമായുള്ളൂ കയറിയിട്ട്. എങ്കിലും അങ്ങനെ ഒന്നും ഇല്ല, ഞാനിപ്പോൾ സീനിയറാണ്. ആ ഒരു പിന്നെ സല്യൂട്ട് അടിക്കണ്ടേ? അങ്ങനെ അടിക്കാനാണ് എനിക്ക് വീട്ടിൽ സല്യൂട്ട് അടിക്കാൻ നേരം കാണത്തുള്ളൂ. എന്താ പറയുക, എന്റെ മൂത്ത ചേട്ടൻ DYSP ആണ് റെയിൽവേ പോലീസിൽ. പുള്ളി പാറ്റ്നയില്. രണ്ടാമത്തെ ചേട്ടനാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് സെൻട്രലിൽ ഇരിക്കുന്നത്. അത് വീട്ടിലടിക്കണ്ട, ഡിപ്പാർട്ട്മെന്റിൽ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം. നമ്മൾ കൈകൊണ്ടിങ്ങനെ അവിടെ അറിയാതെ ഉള്ളിലൊരു ഭർത്താവ് കയറി വരൂല്ലേ? അതിന്റെ അല്ല, അത് നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. ശരിക്കും അങ്ങനെയല്ല സല്യൂട്ട് അടിക്കേണ്ടത്. ഇവിടെ വെച്ചൊന്ന് ശരിക്കും സല്യൂട്ട് അടിക്കും. ഞാനത് കാണട്ടെ. റംലയുടെ മോളാണ്. അതെ അല്ലേ? അതെ. ഒരു മോളേ ഉള്ളോ? ഒരു മോള് ഒരു മോനും. ഈ അച്ഛനും അമ്മയും വീട്ടിൽ പോലീസാണോ അച്ഛനും അമ്മയാണോ? വീട്ടിലിപ്പം ഒരു 6 മണിക്ക് വന്നാൽ തന്നെ ഞങ്ങൾ ഒരു 7 മണി വരെ അങ്ങനെ പേഴ്സണലായിട്ട് ഞാൻ സംസാരിക്കാറില്ല. വന്നോണ്ട് ഇപ്പൊ ചായ കൊടുക്കും, അങ്ങനെ വന്നൊരിത്, അല്ലാതെ അധികം അങ്ങോട്ട് സംസാരിക്കത്തില്ല. ഇപ്പൊ എക്സാമിന്റെ മാർക്ക് കിട്ടിയ ആ സമയത്ത് പറയാൻ പോയി എന്താന്ന് ഞങ്ങൾക്ക് അറിയാം, റിയാക്ഷൻ എന്തായിരിക്കും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ സംസാരിക്കാനിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയാറുണ്ട്.
പിന്നെ ഇടക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഇടയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും ഫോണിൽ. എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി പോയാൽ രണ്ടുപേരും മൈൻഡ് ചെയ്യത്തില്ല, ഫോണിൽ അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും. അവര് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അത് ഞങ്ങളിങ്ങനെ പറയും, എന്തിനാ ഇങ്ങനെ, ഞങ്ങൾക്കൊരു സംസാരിക്കണ്ടേ, എന്ത് ജീവിതമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ പറയും ഇതിനു മുമ്പ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് 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 നിങ്ങൾക്ക് ഇത് തഴമ്പിച്ചോ? പക്ഷെ നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പിന്നെ ഉടനെ അത് സംസാരിച്ച് വരും. അപ്പൊ നമുക്ക് സങ്കടം തോന്നും. കുഞ്ഞുങ്ങൾ അവരുടെ ഒരു കാര്യം നമുക്ക് വന്നാല് ഈ ഓഫീസിലെ കാര്യങ്ങളും ഓരോ പരാതി കാര്യം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പൊ അത് സംസാരിക്കുമ്പോഴത്തേക്ക് അവര് വന്ന് പറയും, ഒന്ന് നിർത്ത്, ഞങ്ങൾ പറയുന്ന ഇവിടെ ഒന്ന് കേക്ക്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അപ്പൊ നമുക്ക് വിഷമം വരും. നിങ്ങൾ രണ്ടുപേരും, ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഈ പദവി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് പൊതുവെ. കാരണം അവരിപ്പോൾ സ്കൂളിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും പോലീസുകാരുടെ മക്കളാണ്, അവർ അച്ഛനും അമ്മയും പോലീസാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ദുരുപയോഗം ചെയ്യേണ്ട ഒരു പ്രവണത ഉണ്ടാവാറില്ലേ? അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യാറുണ്ടോ? അത് നമ്മുടെ പോലീസ് ജോലി മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും അങ്ങനെ ചെയ്യുന്ന. കാരണം ഇത് ഞങ്ങൾ ഡ്യൂട്ടി സംബന്ധമായിട്ട് നമ്മൾ ഡ്യൂട്ടി ആയിട്ട് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മിസ്യൂസ് അതിനിടയിൽ വരുന്നില്ല. മക്കളെ സംബന്ധിച്ച് അവർ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു. എൻ്റെ മോളിപ്പോൾ BSc സെക്കൻഡ് ഇയർ പഠിക്കുന്നു, മോൻ 7ാം ക്ലാസ്സിൽ. അത് ഈ ദുരുപയോഗമായിട്ട് യാതൊരു ബന്ധവും കുട്ടികളുടെ ജീവിതത്തിൽ വരുന്നില്ല. അച്ഛനും അമ്മയും പോലീസാണ്, അതൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ക്രെഡിറ്റ് ആയിട്ടല്ലേ. ഇപ്പൊ ക്ലാസ്സിൽ ഫ്രണ്ട്സ് തന്നെ ചെല്ലുമ്പോൾ പ്രൊഫൈൽ പറയുമല്ലോ നമ്മള് തുടങ്ങുമ്പം. അപ്പൊ ഇങ്ങനെ പറയും, എന്തുവാ ഫാദർ പോലീസ്, അമ്മ പോലീസ്, അയ്യോ പോലീസാണ്. അങ്ങനെ ഒരു നമ്മൾ എല്ലാരും അങ്ങനെ തന്നെ. അതുകൊണ്ട് കോളേജിൽ കയറുമ്പോൾ റാഗിംഗ് നിന്ന് രക്ഷപ്പെടാം. ഞാൻ ഗേൾസ് വുമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെയൊന്നും ഫേസ് ചെയ്യുന്നില്ല. മറ്റുള്ളവരെ റാഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? പെൺകുട്ടികളുടെ കോളേജിലും റാഗിങ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? മറ്റുള്ളവരെ റാഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അത് പറയാൻ പേടി അല്ല. അത് പറഞ്ഞാൽ ഇനി പ്രശ്നമാകും. അവിടെ ചെല്ലുമ്പോ ഓഹോ ഞങ്ങളൊക്കെ റാഗ് ചെയ്യുന്ന അല്ല, ഇതൊന്നും പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അല്ല, അങ്ങനെ കാണാറുണ്ടല്ലോ ചെറിയ തോതില് അല്ലേ? പക്ഷെ നമ്മുടെ അച്ഛനമ്മയും പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഫേസ് ചെയ്തിട്ട് വരാറില്ല. ഒരു ചെറിയ ഭയം ഉണ്ടാവില്ലേ അവർക്ക്? ഉണ്ടാവും, അത്രയേ ഉള്ളൂ. കുട്ടികളെ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് രണ്ടുപേരും പോലീസുകാരാണെങ്കിൽ അവർ വഴിതെറ്റി പോയിരിക്കാൻ സാധ്യത കൂടുതൽ. പറയൂ, നിങ്ങളുടെ ഒരു അനുഭവം പറയൂ. ഇത്തരത്തിലുള്ളൊരു സ്വാധീനം കുട്ടികൾക്ക് ഈ പാരൻസിൽ ഉണ്ടാവാറുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ കുട്ടികൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലെല്ലാവരും. ഞാനിപ്പോൾ നമ്മുടെ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ പുറത്ത് സംസാരിക്കുന്ന ആൾക്കാരുമായിട്ടാലും ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് പുറത്തുണ്ട്. ഞാൻ ഒരുപാട് സംഗീതപരമായിട്ടും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നു നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് എനർജിയിലൂടെ ഓവർകം ചെയ്യാൻ അങ്ങനെ വരുമ്പോഴൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വഴിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിവിടുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേർന്ന് ന്യൂട്രലൈസ് ആയി പോകും. ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് എനർജി എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ കുട്ടികളെ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുമാ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് കേട്ടാലും നല്ല വശങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാനും മോശപ്പെട്ട് തള്ളിക്കളയാനും ശരിയും തെറ്റും മനസ്സിലാക്കാനും ഒക്കെ ആ പ്രാപ്തരാകുന്ന രീതിയിലാണ് നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് സമൂഹത്തെ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സമൂഹത്തിൽ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്ന ഒരാളുടെ കേസിന്റെ പിന്നാലെ ഭാര്യമാർ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരാണായിട്ടാണ്, നമ്മൾ പോലീസാണ് എന്നതിനുപരി അവർ പോലീസ് ആണെങ്കിലും അവർ പെണ്ണാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഒരു ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും. ഇതൊരു പ്രമാദമായ ഒരു കേസാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്, ഇതിന്റെ പിന്നിൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത, അങ്ങനെ ചിന്തിക്കാറുണ്ട്? ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. എല്ലാം ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ലേ, അതെല്ലാം നോക്കിക്കോളൂ, ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളൂ. ആണോ നാഗരാജ്? നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖലകൾ എന്തൊക്കെയാണെന്നും അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതോട് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വാധീനവും സപ്പോർട്ടും എല്ലാം ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മുടെ കാക്കിയുടെ ബലം തന്നെ അതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു സമൂഹത്തിൻ്റെ ഒരു അംഗമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. നമ്മുടെ ജോലിയുടെ ഭാഗം മാത്രമാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് ആ വ്യക്തിയോട് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ആ വ്യക്തി ഒരു കുറ്റവാളിയാണെന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മൾ കൺവിക്റ്റഡ് ആണെന്നോ ഉള്ളൊരു കാഴ്ചപ്പാടിൽ വരേണ്ടി വരുന്നത്. അതുകൊണ്ട് അതിലൊരു പ്രശ്നമൊന്നുമില്ല. ഈ വനിതാ ഹെൽപ്പ് ലൈനിലായതുകൊണ്ട് യാത്രകൾ ഉണ്ടാവാറുണ്ട്? സാധാരണ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഉണ്ടാവാറുണ്ട്? നമുക്ക് പരാതികൾ വരുമ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് പോകണം. സ്ഥലത്ത് പോയി
അത് നമ്മൾ രണ്ട് സ്ഥലത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അന്വേഷിക്കും. ഏതാ ശരി ഏതാ തെറ്റെന്ന്. നമുക്ക് ഒരാൾ പരാതി തരുന്നത് ഇപ്പം നേരാണോ തെറ്റാണോ നമുക്ക് അവിടെ പോയി ഞാൻ ചോദിച്ചു വന്നതല്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, യൂണിഫോമിൽ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത് അല്ലേ? എന്നാലും ഈ സമൂഹത്തിന് മുൻപിൽ ഇപ്പോൾ ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരനോ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ആ സമയത്തെ ഒരു ഭയം ഉണ്ടാവും. ഒരു പോലീസായിട്ടാണോ അപ്പോൾ ഉള്ളിൽ തോന്നുക, അതോ ഞാനൊരു സ്ത്രീയാണല്ലോ, ഇവനൊരു പുരുഷനാണല്ലോ, കായികപരമായിട്ട് എനിക്ക് ഇവനെ നേരിടാൻ സാധിക്കുമോ, അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? യൂണിഫോമിലാണ് പോകുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ധൈര്യം വരും. ഭക്തിയിലാണ് പോകുന്നെങ്കിൽ നമുക്ക് അത്ര ഒരു സാധാരണ സ്ത്രീയായിട്ട് തന്നെ നമുക്കുള്ളിലൊരു ഫീൽ ചെയ്യും. അതാ എനിക്ക് തോന്നുന്നു, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം സമൂഹമാണ് നിങ്ങൾക്ക് ആ സമയത്ത് സെക്യൂരിറ്റി തരുന്നതെന്നാണ് എനിക്കിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. നമ്മുടെ ഉള്ളിൽ ഒരു ഏത് വസ്ത്രത്തിലാണെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാവണ്ടേ? ധൈര്യമുണ്ട്. നല്ല യൂണിഫോമിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നല്ല ധൈര്യമാണ്. അത് ശരിയാണോ? നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ സിവിൽ ഡ്രസ് ആയാലും യൂണിഫോം ആയാലും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ മാഡം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ ഞങ്ങളായാലും പ്രതി എസ്കോർട്ട് ഡ്യൂട്ടി ഉണ്ട്. വനിതാ സെല്ലാണെങ്കിലും കോടതി ഡ്യൂട്ടി വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ഈ മഫ്റ്റിക്ക് പകരം നമ്മൾ യൂണിഫോം ആകുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് ഇപ്പോൾ മാഡം പറഞ്ഞാലും മറ്റുള്ളവരും അതേ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകും. അവർ പോലീസാണ്, അവരോട് അത്ര പെട്ടെന്ന് കളിക്കേണ്ട. അതുപോലെ നമുക്കും യൂണിഫോം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? കാരണം ഇപ്പൊ ഇടയ്ക്ക് 1 കൊല്ലോ 2 കൊല്ലോ മുമ്പ് എറണാകുളത്ത് ഒരു വനിതാ SI ആയിരുന്നോ കോൺസ്റ്റബിൾ ആയിരുന്നോ എനിക്കറിയില്ല, ബസ്സിൽ വെച്ച് ഒരാൾ കുറച്ച് മോശമായിട്ട് പെരുമാറിയപ്പോൾ അവരങ്ങ് തളർന്നു പോവുക ചെയ്തത്. അവർ റിയാക്ട് ചെയ്തില്ല. സത്യത്തിൽ നമുക്കത് അങ്ങനെ ഒരു വ്യക്തിയോട് നമുക്ക് ബഹുമാനമില്ലായ്മ. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ട ആളാണ്. പലപ്പോഴും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ സ്ത്രീകളാണ് വരുന്നത് അല്ലേ? പുരുഷന്മാരെക്കാൾ കൂടെ വനിതാ പോലീസുകാരെയാണ് വിടുന്നത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ തളർന്നു പോയാൽ പിന്നെ ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ആരെ ഏൽപ്പിക്കുന്ന ഒരു ചോദ്യം എനിക്കുണ്ടായി. അത് മേഡം, അതായത് ഈ വനിതകളെയാണ് കൊണ്ടുപോയി വരുന്നത്. പുരുഷന്മാരെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് മെൻ പോലീസ് കൈകാര്യം ചെയ്തോളും. വനിതകൾ പല രീതിയിലുള്ള കഞ്ചാവും മയക്കുമരുന്ന് ഇതെല്ലാം കാണും. ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ കോടതിയിൽ നിന്ന് ശിക്ഷിച്ചിട്ട് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഒരാളെ ഇപ്പം 2 പേരല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഇവരെ ഓടിയാൽ അവരെ ഓടിച്ചിട്ട് പിടിക്കാന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. അല്ലാതെ ഒരിക്കലും നമ്മളെല്ലാം ഉണ്ടാവണം. ഇനി ഞാൻ പോലീസിൽ ഇപ്പോൾ 91 വന്നെങ്കിൽ അതിനു മുമ്പ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ബസ്സിലൊക്കെ വെച്ച് നമ്മളെ തൊണ്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിനെ പ്രതികരിക്കാൻ ഞാൻ അതിനെ ശരിക്കും ഞാൻ എതിർത്തിരുന്നു. മാറി നിൽക്കണമെന്ന് പറയാൻ. അത് പോലീസായിട്ടല്ല, പോലീസിനേക്കാൾ ധൈര്യം നമുക്ക് മുൻപുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ജോലിയുടെ രീതി അനുസരിച്ച് നമ്മളിപ്പോൾ യോഗ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു നല്ല റിലാക്സേഷൻ, ഒരു യാത്ര, ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? കാരണം നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എപ്പോഴും ടെൻഷൻ പിടിച്ചൊരു ലോകമല്ലേ, അങ്ങനെ പോവാറുണ്ടോ? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതിന്റെ അല്ല, നമ്മള് രാവിലെ ഇപ്പം ഡെയിലി നമ്മള് രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം നമുക്ക് കുറച്ച് സമയം വൈകുന്നേരം കിട്ടുകയാണെങ്കിൽ അന്നേരം മോനുമായിട്ട് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകും. ടൂർ തന്നെ ചെയ്യാം. അപ്പൊ യാത്ര തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മുടെ റിലാക്സേഷൻ എന്ന് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം വന്നിരുന്ന ഒരു കളിച്ചിരി തമാശ പറയുമ്പോൾ തന്നെ നമ്മൾ നല്ല റിലീഫ് നമുക്ക് കിട്ടുന്നുണ്ട്. 2 മക്കളുണ്ട്. അവർ 2 പേരും അല്ലേ? എങ്ങനെയാ പോലീസ് അച്ഛനും അമ്മയും? കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ അടിക്കാറുണ്ട്? തെറ്റ് ചെയ്ത് അടിക്കാറുണ്ട്. അച്ഛനാണോ അമ്മയാണോ അടിക്കുന്നത്? എനിക്കിപ്പോ ഒരു അച്ഛനാണ് ചിലപ്പോ അടിക്കാറുള്ള, ചിലപ്പോ അച്ഛനാണ് അടിക്കാറുള്ള. SIയുടെ സ്വഭാവം കാണിക്കുന്നുണ്ടല്ലേ അച്ഛൻ വീട്ടില്? തൂക്കിയെടുത്ത് ഇടിക്കാറുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ വാവയോട് ചോദിക്കട്ടെ, അച്ഛനാണോ അമ്മയാണോ അടിക്കാറ്? അമ്മ അടിക്കൂലേ? എന്തിനാ അമ്മ അടിക്കുന്നേ? വികൃതി കാണിക്കുന്നതിനാണോ അടിക്കുന്നത്? ഇഷ്ടമാണോ അച്ഛനും അമ്മയും പോലീസാണെന്ന് പറയുന്നത്? ഇഷ്ടമാണോ? ആണോ? മോൻ പറഞ്ഞേ, മോന്റെ സ്കൂളിൽ അച്ഛനും അമ്മയും പോലീസാണെന്ന് പറയുന്നത് വലിയ ക്രെഡിറ്റ് ആണ്? അങ്ങനെയല്ല, എന്നാലും പോലീസ് ക്രെഡിറ്റ് ആണ്. എന്തിനൊക്കെയാണ് ആ ക്രെഡിറ്റ് ഉപയോഗിക്കുന്നത്? വികൃതിയൊക്കെ കാണിക്കാനാണോ? അല്ല. നമ്മൾ ഇതുപോലെ കുട്ടികളെ എടുത്ത് ഇടിക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഇടിക്കാറില്ല. ഞാൻ സ്കൂളിൽ വന്ന് അന്വേഷിക്കും. ഇല്ല ഇല്ല. അച്ഛനും അമ്മയും പോലീസാണെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണോ? സന്തോഷമുള്ള കാര്യം. ഈ പറയുന്ന പോലെ നമുക്ക് വീട്ടിൽ വന്ന അമ്മയുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് അച്ഛനോടോ അമ്മയോടോ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് സങ്കടം ഉണ്ടോ? ഇല്ല, സംസാരിക്കാൻ ചേച്ചി പറഞ്ഞ പക്ഷേ ഇല്ലാന്ന്.
ചേച്ചി വൈകുന്നേരം വരും. ചേച്ചി മോനപ്പം വൈകുന്നേരം അല്ലേ വീട്ടിൽ വരുന്നത്? അല്ല, ഞാൻ 4 മണിക്ക് വരും. 4 മണിക്ക് വരും. പക്ഷെ അച്ഛനും അമ്മയും അപ്പൊ ഉണ്ടാവാറില്ലല്ലോ, വീട്ടിലുണ്ടാവാറില്ല. അപ്പൊ അച്ഛനും അമ്മയും വരുമ്പോ രാത്രിയാവും. ആ, രാത്രി സന്ധ്യയൊക്കെ. അപ്പൊ നമുക്ക് കുറച്ച് കളി ചിരി അങ്ങനെയൊക്കെ നടക്കാറൊക്കെ ഉണ്ടോ? നമുക്ക് അച്ഛനമ്മ അടുത്തല്ലേ കളിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റും. അതൊക്കെ പറ്റാറുണ്ടോ? ആ, വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു വന്നാണോ? എന്ത് ചോദിച്ചാലും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ടോമി, നമുക്ക് ചില കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ, ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാറുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. രണ്ടുപേർക്കും സ്വതന്ത്രമായ അഭിപ്രായം ഉള്ളതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അത് സംസാരിച്ച് സമന്വയത്തിൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വനിതാ ഹെൽപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്യൂസ് ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ? അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ വീട്ടിൽ വന്ന് അത്തരം കാര്യങ്ങൾ ജീന ചർച്ച ചെയ്യാറുണ്ടോ ഇദ്ദേഹത്തിന്റെ അടുത്ത്? അപ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമോ അതോ പുരുഷന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹം പുരുഷനെ ന്യായീകരിച്ച് സംസാരിക്കുമോ? പരാതിയുടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ചിലപ്പം പുരുഷന്മാർ സ്ത്രീകൾ പരാതി കൊണ്ട് തന്നാലും അത് അവരുടെ ഭാഗത്ത് ന്യായം കാണുകയല്ലേ ചില സമയത്ത്. നമ്മളത് അന്വേഷിച്ച് കഴിയുമ്പോൾ രണ്ടുപേരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം ഞാൻ വന്നിച്ച് പറയും, ചേട്ടാ ഇങ്ങനെ പരാതി വന്നിരുന്നു, അതിൽ അവരാണ് സ്ത്രീയാണ് അതിനകത്തെ കുറ്റക്കാരി എന്ന് പറയുമ്പോൾ അങ്ങനെ സംസാരിക്കും. അവരുടെ അടുത്ത് മാത്രമല്ല, ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലും ഫാമിലി പ്രശ്നങ്ങളാണ് വരാറുള്ളത്. അധികം വരുന്നതും ഫാമിലി പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ അടുത്തടുത്ത് ഓഫീസുകളായതുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന പരാതി ഞങ്ങളുടെ അടുത്ത് പരാതി അവരുടെ അടുത്തും ചെല്ലാറുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇന്നൊരു പരാതി അങ്ങ് വരുന്നുണ്ട്, ഇന്നാണ് സംഭവം, നമ്മൾ പോയി അന്വേഷിക്കുന്ന ആളുകൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴേ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടി പൊടി മറ്റത് മറിച്ചത് എന്നൊക്കെ, ശരിക്കും നിങ്ങൾ സ്ത്രീകൾ അത്തരം ഭാഷ ഉപയോഗിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. സിനിമയിൽ കാണുന്നത് വേറൊന്നാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയൊന്നും കുറ്റവാളികളോട് ഇത്തരം ഭാഷകൾ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഭാഷകൾ സ്ത്രീകൾ അല്ലേ, പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും അത് സ്ത്രീകളുടെ വായിൽ നിന്ന് മോശമായ പദങ്ങൾ വരുമ്പോൾ ചൂളിപ്പോകാറുണ്ട്. എന്തിനാണ് ഇത്തരം? അപ്പൊ ഒരു ആ സ്ഥാനത്ത് കുറ്റവാളി ഞാനായിരുന്നുവെങ്കിൽ ഹലോ എന്നെ പിടിച്ചോണ്ട് പോയാൽ മതി, കൂടുതൽ വൃത്തികേടൊന്നും പറയണ്ട എന്ന് എനിക്ക് പറയാൻ തോന്നാറുണ്ട് ആ സിനിമ കാണുമ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കാറുണ്ടോ? അശ്ലീല പദങ്ങളില്ല. നമ്മൾ പോലീസിനെ കുറിച്ചുള്ള എന്ത് വാർത്തയും സെൻസേഷണലാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അത് സെൻസേഷണൽ ആയതുകൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലി മാത്രം പ്രത്യേകിച്ച് ഇവിടെ വിളിക്കാനുള്ള കാരണവും അതായിരിക്കും. പോലീസ് ഫാമിലി എന്തോ വ്യത്യസ്തമായ എന്തോ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഈ പോലീസിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും സെൻസേഷനിലാണ്. പത്രങ്ങൾക്കും ജനങ്ങൾക്കും അത് അറിയാനും കേൾക്കാനുമുള്ള താല്പര്യം നമുക്ക് പൊതുവേ നമ്മൾ കണ്ട. അപ്പോൾ ഈ പറയുന്ന സെൻസേഷണലായിട്ടുള്ള ഒരു കാര്യം സിനിമാക്കാരെ സംബന്ധിച്ച് ആവശ്യമൊന്നും അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം സിനിമയെ വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സുരേഷ് ഗോപി നമ്മൾ പല സിനിമകളിലും വളരെ ചൂടൻ ഡയലോഗുകളൊക്കെ സംസാരിക്കുന്ന കടിച്ചാപ്പെട്ടാത്ത വാക്കുകൾ നെടുനീളം ഡയലോഗുകൾ പറയാറുണ്ട്. ശരിക്കും നമ്മൾ പോലീസ് ജീവിതത്തിൽ അങ്ങനെ കണ്ടിന്യൂസ് ഡയലോഗ് പറയുന്ന ആൾക്കാർ വിരലെണ്ണം പോലും കാണത്തില്ല. എത്ര പേർ കാക്കിക്കുള്ളിൽ കലാഹൃദയമുള്ളവരുണ്ട്? എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. ഒരു പാട്ട് പാടും. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂവും തിങ്കളാകുന്നു ഭാര്യ. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? കുഴപ്പമില്ല. പാട്ടല്ല ഞാൻ ചോദിച്ചത്, ജീവിതത്തില് ഇങ്ങനെ പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണോ? പക്ഷെ ഇങ്ങനെയൊക്കെ നിന്ന് അവിടെ നിൽക്കുകയുള്ളൂ, ജോലിക്കൊന്നും പോകാൻ പറ്റൂല. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് എന്താവണം എന്നാണ് ജീവിതം? ഇപ്പൊ അച്ഛനും അമ്മയും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്,
ഈ പോലീസ് രംഗത്തേക്ക് വരാൻ താല്പര്യം? ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. IPS ഒക്കെ ആണെങ്കിൽ ആണോ? ആഗ്രഹമുണ്ട്. IPS ആണെങ്കിൽ അതിന് താഴോട്ടൊന്നും താല്പര്യമില്ല? അതിന് താഴോട്ടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അധികാരം ഉള്ളത് കൊണ്ട് IPS ഒക്കെ ആവുമ്പോൾ അത്രയ്ക്ക് പണി കിട്ടാറില്ല. പക്ഷെ ഒരു SI താഴോട്ട് അങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ല നല്ല പണിയൊക്കെ കിട്ടാറുണ്ട്. ആണോ? ഇപ്പൊ മോള് പറഞ്ഞത് ശരിയാണോ? പോലീസ് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടോ നിങ്ങളെ സംബന്ധിച്ച്? റിസ്ക് എല്ലാ രംഗത്തും ഉണ്ടാകുന്നുള്ള റിസ്ക് ഉണ്ടാവാറുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ മക്കളോട് ചർച്ച ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? ചെയ്തിരുന്നെങ്കിൽ മോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അപ്പോഴേ അതിന് ആൻസർ കൊടുക്കുമായിരുന്നല്ലോ. മോള് 2 പോലീസുകാരുടെ മകളായിട്ട് ജോലി കിട്ടും, 2 അധ്യാപകരുടെ മകളായിട്ട് അവള് ജീവിച്ചിട്ടില്ല. മോള് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ IPS ലെവലില് ആ ലെവലിലാണെങ്കിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മോൾക്ക് എന്താവണമെന്നാണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തുള്ളവർ തന്നെ ഇപ്പം ടെസ്റ്റിന് പോയിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. അപ്പം അങ്ങനൊരു ജോബ് താല്പര്യമുണ്ട്, അല്ലാതെ ഒരു ലെക്ചർ ആകാനാണ് താല്പര്യം. നാഗരാജ്, മക്കളെ ഈ രംഗത്തേക്ക് തന്നെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? ഇല്ല മാഡം, നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഒന്നും ആകാൻ വേണ്ടി വളർത്തരുത്. നമ്മൾ കുട്ടികളെ സ്വതന്ത്രമായിട്ട് നമ്മൾ പഠിപ്പിക്കുക, അവരുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ അവരെ വളർത്തുക. അതിപ്പോൾ ഞാൻ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാവണമെന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ചെയ്യണമെന്നോ ഒരു സംഗീതജ്ഞനാവണമെന്നോ, എനിക്ക് സംഗീതത്തിനോടൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. ഞാൻ സംഗീത കോളേജിൽ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സംഗീതം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. ഗാനമേളകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഗീതപരമായ ബന്ധങ്ങൾ ഒരുപാട് വെള്ളം. അതുപോലെ തന്നെ അല്ലാതെ തന്നെ പുറത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുട്ടികൾ ഒരിക്കലും ഞാൻ ഇന്നത് ആവാൻ വേണ്ടി വളർത്തില്ല. പക്ഷേ നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർ ശരിയായ കാഴ്ചപ്പാടി വളർത്തുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ച. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവർ വളർത്തുന്നു. അവർ എങ്ങനെ വളർന്നാവണമെന്ന് തീരുമാനിക്കേണ്ട അവർ തന്നെയാണ്. കലാപരമായി എന്തെങ്കിലും ഉണ്ടോ? പാടും. ആരാ പാടുവോ? ജീവൻ തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ടോമി, എപ്പോഴെങ്കിലും അപൂർവമായിട്ട് ഈ പണിക്ക് വന്നത് അബദ്ധമായി പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നാഗരാജ് ഇങ്ങനെ വീട്ടില് അപ്സെറ്റായി വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, വളരെ ഫ്രണ്ട്ലി, വളരെ ജോലി ടൈപ്പ്. അതിപ്പോ ഔദ്യോഗികപരമായിട്ട് വീട്ടിൽ വന്നിട്ട് അത്രയ്ക്ക് ടെൻഷൻ പിടിച്ച ക്യാമ്പറ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഒരു ടെൻഷൻ പിടിച്ച ജോലിയല്ല ആൾക്ക്. പിന്നെ വന്ന് ഈ പറഞ്ഞ പോലെ സംഗീതം എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഞങ്ങൾക്കതിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് നമ്മൾ രണ്ടുപേരും അറിയുന്ന കാര്യം മൂന്നാമതൊരാൾ പറഞ്ഞ് അറിയാൻ ഇടവരുത്തരുത്. അപ്പം നമ്മൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരു ഫ്രണ്ട്ലി ടൈപ്പാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലാതെ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ എന്താണെന്ന് പറയാം? ഇഷ്ടമില്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളോട്ട് പെട്ടെന്ന് മിങ്കിളാവില്ല. കുറച്ച് സമയം ഇല്ല, കുറച്ച് റിസർവ് ആണ്. പക്ഷേ അത് ആൾക്കാരെ അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് അല്ല, ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് പെട്ടെന്ന് മിങ്കിളാവും. ചിലപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേണം. ശരിക്കും നമ്മൾ എല്ലാവരെയും നമ്മൾ ഒരേ കണ്ണിലൂടെ കാണുമ്പോൾ ആ സൗഹൃദം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തിരിച്ചു വന്നിരിക്കില്ല. പക്ഷെ പുള്ളിക്കാരത്തെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യും. കാരണം ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതൊരു നല്ല ഗുണം എന്താണ്? എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇത് സ്വാതന്ത്ര്യം, അതേപോലെ തിരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് കല്യാണത്തിന് മുമ്പ് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും
പറഞ്ഞ് വളരെ സൗഹൃദത്തിലാണ് ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി ഉണ്ടാവും നമുക്കറിയില്ല. നാഗരാജന്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൈനസ് പോയിന്റ് ഇല്ല. പിന്നെ ആള് ഒരു ഇച്ചിരി ലേസി ടൈപ്പാണ്. ഒരു എന്താ നമ്മൾ എന്തെങ്കിലും റിമൈൻഡ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ചേട്ടാ എന്നാ ചെയ്യുക, എന്നെ കറക്റ്റ് ചെയ്യണം. അപ്പോഴങ്ങനെ ഒരു പക്ഷെ ഡ്യൂട്ടിയെല്ലാം പക്കയാണ്. ചെന്നെത്താൻ പറഞ്ഞ ആ സമയത്ത് അങ്ങ് ആളെത്തിക്കോളും. പിന്നെ വീട്ടു കാര്യങ്ങളിൽ പിന്നെ നമ്മൾ പറഞ്ഞൊക്കെ എല്ലാം ചെയ്തു തരും. അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒത്തിരി ഫോഴ്സ് ചെയ്യണ്ട. ഭാര്യയിൽ എന്താണ് ഇഷ്ടപ്പെട്ട ഗുണം? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുന്ന വെച്ചാലും പുള്ളി അതിനെല്ലാം വന്ന് നമ്മളോട് സഹകരിച്ചു പോകും. മൊത്തം വീട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ, ഇപ്പം അടുക്കളയിലായാലും ശരി, അല്ലാനുള്ള കാര്യങ്ങൾ, നമ്മളെ വാഷിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ തന്നെ ചെയ്തു. പ്രിയലാൽ കുക്ക് ചെയ്യോ? തീർച്ചയായിട്ടും നന്നായിട്ട് കുക്ക് ചെയ്യും. ഭാര്യയെക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യും. അല്ല അങ്ങനെയല്ല, ചില ദിവസം നീ എവിടെ ഇരിക്കും, ഞാൻ കുക്ക് ചെയ്ത് തരാന്ന് പറയാറുണ്ടോ? ഉണ്ട്. ആണോ? ഉണ്ട്. ശരി. ഇപ്പൊ ഇവര് പിന്നെ ഇദ്ദേഹമുണ്ട്, ഇദ്ദേഹത്തിന്റെ അമ്മയും വീട്ടിലുണ്ട്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിലും മക്കള് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി കൊടുത്ത് വിട്ട് കഴിയും. അപ്പം നമുക്കും അത് കഴിഞ്ഞ് പോകാറുണ്ട്. ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണ്? ഇഷ്ടമില്ലാത്ത സ്വഭാവമായിട്ട് അങ്ങനെ നമുക്കില്ല. പിന്നെ അല്ല, ചില കാര്യങ്ങൾ ഈ ചില ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും വനിതാ സെല്ലിൽ നിന്നൊക്കെ അവർക്കൊക്കെ പേപ്പർ വരുമ്പോൾ അവരെല്ലാം കൂടെ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. നമ്മളിതെല്ലാം കഴിഞ്ഞ് മക്കളുടെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാന്നുള്ള സമയമായിരിക്കും വരുന്നത്. അപ്പൊ ഇവരെല്ലാരും കൊണ്ട് 5-8 പേരൊക്കെ ആയിട്ട് വന്ന് ഇവരൊക്കെ സംസാരിച്ചെല്ലാം ചിലപ്പോൾ ഒരു 10-10:30 മണിവരെയൊക്കെ ഇവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കും. അപ്പൊ നമ്മള് പിറ്റേ ദിവസവും രാവിലെ നമ്മൾ എഴുന്നിട്ട് വീണ്ടും നമ്മൾ ഓടട്ടെ. എന്താണ് നെഗറ്റീവ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം അംഗീകരിക്കും. പക്ഷേ അംഗീകരിക്കേണ്ട ചില കാര്യങ്ങൾ പുള്ളി അംഗീകരിക്കാതെ വരുമ്പോൾ എനിക്കത് വിഷമമാവും. പക്ഷെ പുള്ളി അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും പിന്നെ വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിനൊരു വിഷമം വരുന്ന സമയത്ത് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദേഷ്യം വരത്തില്ല, ഒരിക്കലും വരാറില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആളല്ല. എനിക്ക് കണ്ടപ്പോ ഭയങ്കര മുൻകോപിയാണ്. ചിലപ്പോ സൈസ് കണ്ടു തോന്നുന്നു. അത് അങ്ങനെ തോന്നുമെങ്കിൽ അങ്ങനെ തോന്നും. പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. അതാണ് എനിക്കുള്ള ഏറ്റവും ഒരു ഇത് മൈനസ് പോയിന്റ്. വലിയ പാടാണോ? ഭയങ്കര ദേഷ്യം. ടോമി, എന്താണ് ജീനയിൽ ഉള്ള ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം? ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ പോരില്ല, വരൂല. പിന്നെ എന്നും പള്ളിയിൽ പോകണം. അത് പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി. ജീന പരിഹരിച്ചോളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ സാധാരണ അയൽവക്കത്തെ സ്ത്രീകളൊക്കെ ആയിട്ട് പറഞ്ഞ് ഈ ചില കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോകുന്നതാണ് പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ച് ഏറ്റവും തലവേദനയായിട്ടിരിക്കുന്നത്. ഭാര്യമാർ അങ്ങനെ പോകുന്നതാണ്. മറ്റൊരു പുരുഷൻ പിടിച്ച് ചോദിക്കാനൊക്കെയാണ്. അങ്ങനെ ഒരു സ്വഭാവമില്ല, ആരോടും അങ്ങനെ അനാവശ്യമായിട്ട് പറയാൻ പോകാറില്ല. അതാണ് നല്ല സ്വഭാവം. അതാണ് നല്ല സ്വഭാവം. പക്ഷെ സിനിമയ്ക്ക് വിളിച്ചാൽ വരില്ല എന്നുള്ളതാണ് ഇഷ്ടപ്പെടാത്ത സ്വഭാവം. ഈ ഇന്നത്തെ ഈ ചർച്ചയോടുകൂടെ നാളെ മുതൽ ടോമി എപ്പോ സിനിമയ്ക്ക് വിളിച്ചാലും ഇല്ലെന്ന് നമ്മളിവിടെ നേരത്തെ സംസാരിച്ചു. ഇപ്പൊ സാധാരണ മനുഷ്യരെ പോലെ തന്നെയല്ലേ പോലീസ് ഭാര്യയും ഭർത്താവും എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്കിലും ആളുകൾ എപ്പോഴും ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് പോലീസ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ഇനി എന്തെല്ലാം സാധാരണക്കാരാണെന്ന് പറഞ്ഞാലും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പേഴ്സണലി വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ മാതിരിയുള്ളൊരു ജീവിതം ആസ്വദിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്ന് പറയാൻ സാധിക്കുക, അത് സാധിക്കാറില്ല. സ്വപ്നതുല്യമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവിടെ അത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഏത് മേലുദ്യോഗസ്ഥരാണെങ്കിലും ശരി, അവരുടെയൊക്കെ നമുക്ക് എന്തും ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. നമ്മൾക്ക് എന്തും പറയാം. അല്ലാതെ നിങ്ങൾക്കൊരു പിന്നെ ഈ തൊഴിലിന് കുറച്ചുകൂടി ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടുക എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ളതല്ല, കുറച്ചുകൂടി ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടല്ലോ. ഇപ്പം അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എല്ലാ ഫ്രീഡവും ഞങ്ങൾക്കുണ്ട്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഹോളിഡേ നമുക്ക് മറ്റുള്ളവരെല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ദിവസങ്ങൾ നമ്മൾ ഫ്രീ ആയിരിക്കില്ല. പിന്നെ ഓണം അങ്ങനെ മൊത്തത്തിലുള്ള എല്ലാവരും ആഘോഷിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഓണം തന്നെ നമുക്ക് എടുക്കാം. ഓണം എല്ലാവരും ആഘോഷിക്കുമ്പോൾ ആ സമയത്ത് ആ പർട്ടിക്കുലർ സമയത്ത് നമുക്കൊരു കാര്യം തീരുമാനിച്ചിട്ട് നമുക്ക് പോയി ഇന്ന ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കില്ല. അപ്പം നമ്മുടെ ജീവിതത്തിന് അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന പോലത്തുള്ള ഫ്രീ ടൈം കിട്ടിയില്ല എന്ന് വരും. അതുപോലെ നമ്മളൊരു മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യം ആ പർട്ടിക്കുലർ സമയത്ത് ചിലപ്പോൾ നടത്താൻ പറ്റില്ല, വേറെ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറയുമ്പോൾ പോകണം. അപ്പം മറ്റുള്ളവർക്ക് ലീവൊക്കെ ഒരു അവകാശമാണെങ്കിൽ നമുക്ക് ഒരു അവകാശമല്ല, വെറുതെ ആനുകൂല്യം മാത്രമാണ്.
അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അതിനകത്ത്. അല്ലാതെ നമ്മുടെ ജീവിതത്തിലോ ഞങ്ങൾ നേരത്തെ പുള്ളിക്കാരത്തി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾക്ക് ദൈവം തന്ന ഈ ജോലി ഞങ്ങൾ പരമാവധി ആസ്വദിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ടോമി, നിങ്ങൾക്കൊരു ആഘോഷം, അതിപ്പോൾ ക്രിസ്മസ് ആവട്ടെ, ഓണമാവട്ടെ, എന്താവട്ടെ, നമുക്ക് നമ്മുടെ ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ ചില കല്യാണങ്ങളായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ പ്രൊഫഷൻ കൊണ്ട് നമുക്ക് പലപ്പോഴും അതിൽ പങ്കെടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആസ്വദിക്കുക, ഒരുമിച്ച് ഒരു ഒത്തുകൂടൽ നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാകാറുണ്ട്? അങ്ങനെ സങ്കടം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഈ ജോലി കൊണ്ട് വേറെ മറ്റു പലർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അവസരമാണ്. അവിടെ ഇപ്പം 4 ദിവസം നമുക്ക് ഓണത്തിന് അവധി ഉണ്ടല്ലോ. അത് 2ആയിട്ട് കഴിച്ചിട്ട് ഈ 2 ദിവസം വീതം എല്ലാവർക്കും ഓണത്തിന് നമ്മൾ അതുകൊണ്ട് ആഘോഷിക്കും. പിന്നെ PSQ വന്നപ്പോൾ അന്ന് കണ്ടതല്ലേ, തിരുവോണത്തിന് വീട്ടിലിവർക്ക് ഉണ്ണാൻ പറ്റില്ല, ഞങ്ങൾക്ക് ക്യാമ്പിൽ ഞങ്ങൾക്ക് സദ്യ ഒരുക്കും. അതാത് സ്റ്റേഷനിൽ നമുക്കിപ്പോ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തിരിക്കാനുള്ള എല്ലാവരും കൂടെ പോലീസുകാരെല്ലാം കൂടെ തിരുവോണത്തിന് വീട്ടിൽ ലീവ് എടുത്തിരുന്നാൽ അത് പറ്റുമോ മാഡം? അതിനാ നമുക്ക് പോലീസിന്റെ ഫോഴ്സ് ഒരു ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട ഞങ്ങൾ എല്ലാവരും ഓണത്തിനും പെരുന്നാളിനും ലീവ് എടുത്ത് വീട്ടിലിരുന്ന അത് പറ്റത്തില്ല. അതിന് നമ്മൾ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക. 2 ദിവസം എന്നുള്ളത് മറ്റേ 2 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, 2 ദിവസം റെസ്റ്റിന് പോവുക. അതിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, യാതൊരു കംപ്ലൈന്റ്. ഭാര്യ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടോ ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരിക്കലും ഒരു കാര്യത്തിനും വിളിച്ചാൽ വരാൻ പറ്റാറില്ല, അവധി കിട്ടുന്നില്ല, ആഘോഷിക്കാൻ പറ്റുന്നില്ല, ഒരു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ പരാതികൾ വന്നിട്ടുണ്ട്? പരാതി പറഞ്ഞിട്ടുണ്ട്. മുൻകൂട്ടി തീരുമാനിച്ച പല കാര്യങ്ങൾക്കും പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. സമയത്ത് ഡ്യൂട്ടി വന്നിട്ടുള്ളതുകൊണ്ട് പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസിൽ കിട്ടിയ എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെയധികം ആസ്വദിച്ച് കഴിയുന്ന, വളരെ ഹാപ്പിയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ അതെ അതെ. എന്തായാലും ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾ അല്പം സുഖിപ്പിച്ചിട്ടൊക്കെയാണ് ഉത്തരം പറഞ്ഞതെങ്കിലും പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാകുക, സാധാരണ മനുഷ്യരല്ലേ. എങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം ഓഡിയൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.